അവളുടെ ഗോഡ് മദർ അവൾ ആരെ കൊണ്ടാണ് അവള് പാടുന്നതെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാ. ഞാന് എന്റെ ജീവിതത്തിൽ വന്ന് പാട്ടിൽ വരണമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത 2 പേര്. നമ്പർ 1 ശ്രേയാ ഘോഷൽ മാം. ശ്രേയാ ഘോഷൽ ഞാൻ അന്ന് ഒരു 6ാം ക്ലാസ് പഠിക്കാൻ, ഞാൻ അതുവരെക്കുമേ പാട്ട് ഇൻട്രസ്റ്റ് ഇല്ല. 6ാം ക്ലാസ് പഠിക്കുമ്പോ തമിഴിൽ വന്ന് ഈ മുൻപേ വാ എന്ന ഒരു പാട്ട്, ആരാ ഈ സിംഗർ അങ്ങനെ. എന്നിട്ട് അപ്പോഴാണ് ഹിന്ദിയിൽ ആഷിക്ക് ഇട്ടു എന്ന് പറഞ്ഞ ഒരു സിനിമ, അതില് സുൻരാഹ എന്നൊരു പാട്ട്. ഞാൻ അത് ഐ തിങ്ക് ഞാൻ ഒരു 12 മണിക്ക് കേൾക്കാൻ തുടങ്ങി. 4 മണി വരെ ഞാൻ ആ പാട്ട് മാത്രം കേട്ടോണ്ടിരുന്നു. ബിക്കോസ് എന്നിട്ട് ഞാൻ വിക്കിപീഡിയയിലെടുത്ത് ശ്രേയാ ഘോഷൽ ആരാണ് എന്തൊക്കെ പാട്ട്. എന്നിട്ടാണ് ഞാൻ പുള്ളി കൈ വന്ന് 16 വയസ്സിലെ ഒന്ന് പാടാൻ തുടങ്ങി. അതും ഫസ്റ്റ് പാട്ടേ വന്ന് നാഷണൽ അവാർഡ്. ഈ ഐ തിങ്ക് ബേരെ പിയാന്ന ഒരു പാട്ട് ഞാൻ എല്ലാം കേട്ട് അപ്പ എങ്ങനെ പാടി ഇപ്പൊ എങ്ങനെ പാടുന്നു, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ എല്ലാ പാട്ടും ശ്രേയാ ഘോഷൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പാട്ട് പാടിയാ ശ്രേയാ ഘോഷൽ മരിയ പാടുന്നു. അതുകൊണ്ട് ഇന്നൊന്ന് AR റഹ്മാൻ സർ, പുള്ളിയുടെ പാട്ട് കേട്ട് എനിക്കൊന്ന് ഇതുപോലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി. എനിക്ക് ഈ ഫീൽഡിൽ വരണം. അങ്ങനെയാണ് മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അച്ഛനും അമ്മയും പാട്ടുകാരായിട്ടൊന്നും അല്ല. അപ്പൊ ഈ കുഞ്ഞുനാള് മുതൽ അച്ഛനമ്മയും പാട്ട് പാടുമ്പോ അതിലും തീരെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല ശിവാംഗി? ഇല്ല, പിച്ചു എന്റെ പാട്ട് നിർത്താൻ ഒരു മിനിറ്റ് ഒരു കുട്ടിയുടെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാവിലെ എഴുന്നേറ്റ സാപാസ ഇങ്ങനെ, എന്നിട്ട് മധ്യാഹ്നം കഴിക്കാൻ വന്ന സാപാസ ഇങ്ങനെ, അതും വർണ്ണം ഗീതമ്മ ഇങ്ങനെ നെയ്റ്റ് ഒരിക്കലും ഇതേ ഓടിക്കൊണ്ടിരിക്കും. ഒരു ഇതില്ല, ഒരു ബ്രേക്ക് ഇല്ല. അപ്പൊ എനിക്ക് എന്തായി, എനിക്ക് വന്ന് കേട്ട് എനിക്ക് ഈ തമിഴിൽ ഒരു സേയിങ് ഉണ്ട്, കഴുതയ്ക്ക് തെരിയുമാ കർപ്പൂര വാസന. ഞാൻ എന്നെ ഒത്തുക്കാം. അതെ, അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വന്ന് അത് ഫുള്ള് കേട്ടോണ്ടേ ഇരുന്നോണ്ട് അങ്ങനെ. എന്നിട്ട് ശരി സ്കൂളിൽ പോയിട്ട് വന്നാ ശ്വേത ചേച്ചിയില്ല, അപ്പൊ ശ്വേത ചേച്ചിയില്ല, അപ്പൊ വന്ന് പഠിക്കാൻ വന്നിരിക്കും. ഒരു വലിയ ബുക്ക്, അതിന്റെ ഒരു 4 കെട്ട് ബുക്ക് എടുത്ത് ബാഗിൽ വരും. ഒരു ഇത്ര വലിയ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ നല്ല വേർത്ത് ഒരു മാരി വരും. വന്നിട്ട് ശ്വേത ചേച്ചി അപ്പോഴാണ് ഭയങ്കര സൂപ്പർ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ശ്വേത ചേച്ചിയിലെ പാട്ട് പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അത് ഇങ്ങനെ സ്നാക്സ് കഴിച്ചോണ്ടേ കേട്ടോണ്ടിരിക്കും ആ പാട്ട്. ഇൻഫാക്ട് ഞാനും മുഫീദ ചേച്ചി ഒരേ റിയാലിറ്റി ഷോയിലായിരുന്നു. അതെ, ഞാനും മുഫീദ ചേച്ചിയും വന്ന് ഒരേ റിയാലിറ്റി ഷോയില് ചെന്നൈയില്. ചേച്ചി അപ്പൊ ഞാൻ ഇങ്ങനെ കൊച്ചിന്ന് ഇപ്പൊ ചെന്നൈ വന്ന്, ചേച്ചി വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ചേച്ചി ചെന്നൈ വീക്ക്ലി വരുമായിരുന്നു. അപ്പൊ ഞാനും മുഫീദ ചേച്ചിയും ഒരേ ഷോയില് കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇന്നൊന്നും ആഷിക്കിട്ട് ഇറങ്ങി ഞാൻ പാട്ട് സുൻരാഹല കേട്ട് ഞാൻ ഭയങ്കര പ്രാക്ടീസ് ചെയ്ത് ആ സംഗതിയിലെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്നിട്ട് സ്കൂളിൽ പാടാൻ പറഞ്ഞു ദിടീർന്ന്. എന്നിട്ട് ഞാൻ സ്കൂളിലോ പാട്ട് പാടി, എല്ലാ ബോയ്സും അത്രയുള്ളൂ വീണു. എല്ലാ ബോയ്സും അയ്യോയ്യോ എന്റെ പൊണ്ണ. എന്റെ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു ഒരു സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിൽ അടിക്കടി ശ്രേയാ ഘോഷൽ മാം വരുമായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ചേട്ടന്മാരെ, ഇത് അമ്മാനെ കൂടെ അറിയില്ല, ആ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ചേട്ടന്മാരെല്ലാം വെച്ച് ശ്രേയാ ഘോഷൽ വന്നാ എന്നെ വിളിക്കണം കേട്ടോ അങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവരെന്നെ വിളിച്ചില്ലേ, ശരിയെന്ന് പറഞ്ഞ കാലങ്ങൾ അങ്ങനെ പോയി. എന്നിട്ട് 2023 ഞാൻ അപ്പോ കുറച്ച് നോണായി. ഞാൻ എല്ലായിടത്തിലും വന്ന് എനിക്ക് ശ്രേയാ മാം പാക്കണോ, അതാണ് എന്റെ മികപ്പെരിയ ആഗ്രഹം, അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. ശ്രേയാ ഘോഷൽ മാം വന്നു ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാന്ന്. ഞാൻ ഇങ്ങനെ പോകുമ്പോ ശിവാംഗി അങ്ങനെ അങ്ങനെ നായിപ്പോയി എനിക്കല്ലേ. അപ്പൊ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. നിങ്ങൾ ഇതുകൊണ്ടാണ് എന്നെ ഇത്ര നാളും അവരെ കാണാൻ വയ്ക്കാതിരുന്നേ. ബിക്കോസ് ഞാൻ കാണുമ്പോ അവർക്ക് എന്നെ അറിയാം. നമുക്കൊരു കുഞ്ഞു ദുഃഖമുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സന്തോഷം വരും.